ബാസലിൽ നിന്നും മിസ്റ്റർ ജെയ്സൺ നമ്മോടൊപ്പം ചേരുകയാണ്. ഏതായാലും ഈ നദീ തീരത്ത് വന്നത് വളരെ സന്തോഷമുണ്ട്. ഒരുപാട് ഷിപ്പുകളും ഒക്കെ കിടപ്പുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ബാക്കിൽ കൂടെ തന്നെ നോക്കിയാൽ കാണാം വലിയൊരു ബോട്ട് പോകുന്നുണ്ട് അല്ലേ? ഇത് റൈൻ നദിയുടെ ഭാഗമാണല്ലോ. റൈൻ നദിയാണ്. അതെ, ഇത് റൈൻ നദിയുടെ ഭാഗമാണ്. ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ സ്വിറ്റ്സർലൻഡിന്റെ ഭാഗത്താണ്. ഓക്കെ. ആ കാണുന്നത് ഫ്രാൻസിന്റെ ഭാഗമാണ്. അത് ഫ്രാൻസ് ആണ്. ഓക്കെ ഓക്കെ. പിന്നെ ഈ നദിയുടെ അപ്പുറം ഫ്രാൻസ് ആണ്. ഇത് ഫ്രാൻസ് ആണ്. ഓക്കെ. ഇതിന്റെ ഈ ഫ്രാൻസിനും ജർമ്മനി കാണുന്നതാണ്. ജർമ്മനി ആ പുറത്ത് കാണുന്നത്. അത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കൂടുതൽ ആ സൈഡിൽ ജർമ്മനി ടു ഫ്രാൻസിലേക്ക് കണക്ഷൻ ഒരു ബ്രിഡ്ജാണ് അത്. ഓക്കെ. അത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. ഏതായാലും ഇതൊരു സ്വിറ്റ്സർലൻഡിൽ വരുന്നവർക്ക് ഏറ്റവും വിശേഷപ്പെട്ട ഒരു സ്ഥലമാണ്. 3 രാജ്യങ്ങൾ അപ്പുറം ഇപ്പുറം നടന്നു പോകാവുന്ന ദൂരത്തിലുണ്ട്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ആദ്യം. പക്ഷെ നമുക്ക് ധാരാളം ടൂറിസ്റ്റുകളെ കാണാനല്ലേ? അത് ഇവിടെ ഉള്ളവരാണോ ടൂറിസ്റ്റുകളാണോ? അല്ല, ഇവിടെ ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അതായത് ഇതൊക്കെ യാത്രാ ബോട്ടുകളാണ്, ഷിപ്പുകളാണ്. ഇത് കണ്ട ഒരു ബിൽഡിംഗ് പോലെ തോന്നുന്നുണ്ട് അല്ലേ? സ്റ്റാർട്ട് ചെയ്യാൻ ഇട്ടിരിക്കുന്ന ഒരു ഷിപ്പാണത്. ഓക്കെ. ഇത് പല രാജ്യങ്ങളിൽ നിന്നും ഇവിടെ വരുന്നു. എന്നിട്ട് ഇവര് സ്വിറ്റ്സർലൻഡ് കറങ്ങി തിരിച്ചു പോകുന്നു. അങ്ങനെയുള്ളൊരു ഏരിയ ആണത്.